സങ്കടത്തെ പറ്റിയാണ് ഞാൻ അപ്പോഴും ആലോചിച്ചത്. സാർ ഇപ്പോൾ പറഞ്ഞപ്പോഴും എൻ്റെ തോട്ട്സ് അങ്ങോട്ടേക്കാണ് പോയത്. പൊട്ടിക്കരയേണ്ട അവസ്ഥ എന്നാൽ തീർച്ചയായിട്ടും പൊട്ടിക്കരയുന്ന ഒരു ആൺ സമൂഹം നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അല്ല ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അധികം കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊരു സങ്കടം വന്നാൽ നിങ്ങൾ ഇപ്പൊ ഇവിടെ ഒന്നും പൊട്ടിക്കരയോ? ഇല്ല, അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ വാഷ്റൂമിൽ പോകത്തില്ലേ? തീർച്ചയായിട്ടും ആണുങ്ങളും അങ്ങനെയൊക്കെ തന്നെ. പിന്നെ എനിക്ക് തോന്നുന്നത് മൊത്തത്തിൽ ആണുങ്ങൾ കരയാൻ പാടില്ല. അതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ അതൊക്കെ മാറി ആണുങ്ങൾ കരയും അല്ലേ? ഇപ്പൊ 5-10 വർഷം മുന്നേ ഉള്ള പോലെ അല്ല. ഇപ്പൊ എനിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ആ പെങ്കൊച്ചിന്റെ മുന്നിൽ കിടന്ന് കരഞ്ഞ്. എന്റെ ടീനേജ് ബ്രേക്കപ്പ് ആയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പൊ അവൾ എന്നോട് പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ജിയോ അത്രയും ഭയങ്കരമായിട്ട് കരഞ്ഞു എന്ന് അവളുടെ അമ്മയോട് പറഞ്ഞപ്പോൾ അവളുടെ അമ്മ പറഞ്ഞ നന്നായി അതൊക്കെ ബ്രേക്കപ്പ് ആയത്, അത്രയും കരയുന്നവനെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അല്ല ഞാൻ പറഞ്ഞത് അതൊരു 10 വർഷം മുന്നേ. ഇന്നൊരു അമ്മ അങ്ങനെ പറയണം. ചിലപ്പോ ഒരു സാധാരണ അമ്മയാണ് എന്തെങ്കിലും അത്രയും വിഷമമായിട്ടുണ്ടാവുന്നതായിരിക്കും കരഞ്ഞെന്ന് പറയും അല്ലേ? അപ്പൊ ഈ ഇത് ഇങ്ങനെ മാറ്റം ഉണ്ടാകുന്നുണ്ട്, മാറുന്നുണ്ട്. ഈ കാടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എൻ്റെ നാട് ഇടുക്കിയ. ഞാൻ കോട്ടയത്താണ് പഠിച്ച സമയത്ത് എന്നോട് ചോദിക്കുക, നിന്റെ വീട് കാട്ടിലല്ലേ, വള്ളി തൂങ്ങിയാണോ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കായിരുന്നു. പക്ഷെ എനിക്ക് കാട് എന്നും കണക്റ്റഡ് ആണ്. എനിക്ക് എൻ്റെ വീടിൻ്റെ ഭാഗമൊക്കെ കാടാണ്. അപ്പോൾ കാടെന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക് വരുന്നൊരു നിഗൂഢതയുണ്ട്. ആ ഒരു നിഗൂഢത ഈ സിനിമയിൽ ഉണ്ടോ എന്നുള്ളതാണ്. അതുണ്ടോ? ഈ പടത്തിലുണ്ട്. ഈ പടത്തിൻ്റെ നമ്മൾ അഭിനയിച്ച മാത്രമല്ല, ഈ പടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു തിയേറ്ററിൽ തന്നെ കണ്ട, എല്ലാ സിനിമയെ കുറിച്ച് അങ്ങനെ തന്നെ പറയും, പക്ഷെ തിയേറ്ററിൽ തന്നെ കണ്ട് ഇഷ്ടപ്പെടുന്ന മ്യൂസിക് ആയാലും എൻ്റെ ആർട്ടായാലും എൻ്റെ ക്യാമറ എല്ലാം അങ്ങനത്തെ ഒരു വിഷ്വൽ എല്ലാം ഭംഗിയുള്ളൊരു പടമായിരിക്കും. അപ്പോൾ കാട് വെറും ഒരു കാട് അല്ല, കാടിൻ്റെ കുറച്ച് ഏരിയയൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയ ഏരിയകളൊക്കെ ഉണ്ട് സിനിമയ്ക്ക്. ഇതിൽ പോസ്റ്ററിൽ കണ്ടിട്ടുണ്ട്, ഒരു മാനിനെ സ്പെഷ്യലായിട്ട് കാണിച്ചിട്ടുണ്ട്. ആ മാൻ എന്താണ്? ഈ ഇത്രയും ആൾക്കാരിൽ ഒരു പ്രാധാന്യം ഉണ്ടോ? അതോ കഥ മൊത്തം പറയേണ്ടി വരും പറയുകയാണെങ്കിൽ? അല്ലെ, പോസ്റ്ററിൽ കണ്ടപ്പോ ഞാൻ ചോദിച്ചാണ്, മാനിന്റെ പിന്നിൽ ഒരു കഥയുണ്ടല്ലോ. മാനും ഒരു കഥാപാത്രമാണെന്ന് തോന്നുന്നല്ലേ? അപ്പൊ ഇനി ഒരുപാട് ഡീകോഡ് ചെയ്ത ലാസ്റ്റ് കഥ പറഞ്ഞു എണീപ്പിച്ചിടും തോന്നുന്നു. ഈ വള്ളി ഒരു ആലിന്റെ പോലത്തെ ഒരു ഇതിൽ കണ്ടു പോസ്റ്ററിൽ. അപ്പോൾ അതിൽ കുറേ ശിഖരങ്ങളുണ്ട്. അതൊക്കെയും ഓരോ കഥാപാത്രത്തെയാണോ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിനെയൊക്കെ കണക്ട് ചെയ്യിപ്പിക്കുന്നത് എന്തിനാ? അങ്ങനൊക്കെ ചോദിച്ചാ സത്യത്തില് അവിടെ പെർമിഷൻ കിട്ടിയുള്ളൂ. MC ശരിക്കും തെങ്ങിന്റെ ഓടിച്ച് ഷൂട്ട് ചെയ്യുന്ന സീനായിരുന്നു. നമ്മൾ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ പ്ലേസ് ചെയ്യുക. അപ്പം ഇതിൽ ഞാൻ നോക്കിയപ്പം ഹക്കീമിന്റെ തലയോട് ചേർന്നിട്ട് കുറച്ച് സാധനങ്ങളുണ്ട്. അതെ, ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ വന്യമായ സംഗതികളൊക്കെ ആയിരിക്കും അല്ലേ? എന്താണെന്നറിയില്ല. പുള്ളിയെ അതിനെ കുറിച്ച് ശരിക്കും അത്യാവശ്യം നന്നായിട്ട് വായിക്കുന്ന, അത്യാവശ്യം മ്യൂസിക് ഇഷ്ടപ്പെടുന്ന, ചെയ്യുന്ന, എഴുതുന്ന ഒരാളെ MC. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ കാണും. പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത് സത്യത്തിൽ. അല്ല, ഹക്കീമിന്റെ തല മുടിക്ക് പകരം മരങ്ങളാണ്, മരങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ചിലപ്പോ ഉദ്ദേശിച്ചായിരിക്കും ഹക്കീം ഇത് കണ്ട. അപ്പൊ ഈ സിനിമയിലേക്ക് വരുമ്പോ ക്യാരക്ടറിനെ എത്രത്തോളം ഇതിനെല്ലാം ഇടിച്ചു നിൽക്കുന്ന ഒരു ക്യാരക്ടറാണെന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പം എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു ഇത്ര വേറെകൂടത്തിലുള്ള ഒരു എക്സ്പീരിയൻസ്? ഇത് കോളനി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം ഞാൻ എന്നിട്ട് MC സാർ ഇത് പറഞ്ഞ സമയത്ത് ഷൂട്ട് നടക്കുന്ന സമയത്ത് പുള്ളിക്കാരനടുത്ത് പറഞ്ഞു, ഒന്ന് സ്ട്രീറ്റ്സിലൊക്കെ നടന്നിട്ട് ആൾക്കാരെ വാച്ച് ചെയ്യും, എങ്ങനെയാണ് അവിടുത്തെ ആൾക്കാർ ബിഹേവ് ചെയ്യണം, അവരുടെ ബോഡി ലാംഗ്വേജസ് എങ്ങനെയാണ് ചെയ്യണേന്നൊക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോർട്ട് കൊച്ചി സ്ലാങ് ആയിരുന്നു, അപ്പം അതും നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും സ്ഥലം കണ്ണൂര്. സ്ലാങ് പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ല, കുഴപ്പമില്ലായിരുന്നു. സ്വന്തമായിട്ട് തന്നെയല്ലേ ഡബ് ചെയ്തിരിക്കുന്നത്? അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.